ഇതുപോലുള്ള ഹോം തിയേറ്ററുകളിൽ നിന്ന് ആക്റ്റീവ് സബ്വൂഫർ കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സബ്വൂഫർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കണക്ഷൻ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണോ അതിനകത്ത് ഇപ്പോൾ IC ആണ്, ഇതിൽ 2030 IC ആണുള്ളത്. അപ്പോൾ ആ ഏരിയയിലേക്ക് വരുന്ന സിഗ്നൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്റ്റീവ് സബ്വൂഫർ എക്സ്റ്റേണലി കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പഴയ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ കണ്ടവർക്ക് വേറെ സംശയങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ICക്ക് പകരം ഇപ്പോൾ ഒരു ഡബിൾ IC ആണെങ്കിൽ എന്ത് ചെയ്യും? അതേപോലെ ഈ ഔട്ട്പുട്ടിലേക്ക് വരുന്നത് നമുക്ക് എക്സ്ട്രാ 2 ചാനൽ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതിപ്പോൾ ഒരു വണ്ടിയിലേക്ക് സെറ്റ് ചെയ്ത് വന്നാണ്, അതായത് മുൻപ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്താണ് വണ്ടിയിലേക്ക്. ഇത് സബ്വൂഫർ കണക്ഷൻ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണക്ഷൻ എന്ത് ചെയ്യണം? ഇതിനകത്ത് നിന്ന് 2 ചാനൽ ഔട്ട് എടുക്കാനുള്ളതും ഈ സബ്വൂഫറിൻ്റെ എക്സ്റ്റേണൽ ഔട്ട് എടുക്കാനുള്ളതും ചെയ്യണം. ഇത് ആദ്യം ഒരു ഹോം തിയേറ്റർ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DC ആക്കിയതാണ്. AC കണക്ഷൻ ഒഴിവാക്കി ട്രാൻസ്ഫോമർ ഒഴിവാക്കി DC ആക്കി മാറ്റി ഇൻവെർട്ടർ ബോർഡ് വെച്ചിട്ട്. ഇനി DC ആക്കിയതിൽ നിന്ന് നമുക്ക് എക്സ്റ്റേണലി ഇതുപോലുള്ള ഒരു സൗണ്ട് എക്സിൻ്റെ ടൈപ്പ് ഒരു ബേസ് ട്യൂബിൻ്റെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യണം. അതുകൂടാതെ 2 ചാനലിൻ്റെ എക്സ്റ്റേണൽ ആംപ്ലിഫയർ ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊടുക്കാൻ. അതിലേക്കും കൂടി കണക്ട് ചെയ്യണം. മൊത്തത്തിൽ ഇതിൻ്റെ കൺട്രോളിൽ നിന്ന് വർക്ക് ചെയ്യണം. അതായത് ഓഡിയോ ലെവൽ മൊത്തം ഇതിലേക്ക് കൂടി കൺട്രോൾ ആവണം. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സബ്വൂഫർ കണക്ഷൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ സെയിം ഇൻപുട്ട്, അതായത് ഇത് 2030 ആയതുകൊണ്ട് ഇവിടെയാണ് ഇൻപുട്ട്. അപ്പോൾ അതിലൂടെ വരുന്ന സെക്ഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇവിടെയാണ് ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ഇൻപുട്ട്. അതായത് ഫിൽറ്ററിലേക്ക് ഇൻപുട്ട് കയറി ഫിൽറ്റർ ചെയ്തു നേരെ വന്ന് ICയിലേക്ക് കൺട്രോൾ ആവും. അപ്പോൾ ഇത് DC ആക്കിയതുകൊണ്ട് ഇതിനകത്തുള്ള കൺട്രോൾ മാനുവലി ആക്കിയിട്ട് നമുക്കിവിടെ ബാക്കിൽ ഒരു കൺട്രോൾ സബിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എക്സ്റ്റേണൽ മറ്റ് കൺട്രോളുകളൊന്നുമില്ല. അപ്പോൾ അഥവാ നിങ്ങൾ ഹോം തിയേറ്റർ വീട്ടിൽ ഉപയോഗിക്കുന്ന ടൈപ്പിന് എക്സ്റ്റേണൽ സബ്വൂഫർ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഈ ഔട്ട്പുട്ടിലുള്ളത് 2030 IC ആണെങ്കിൽ ആ ICയുടെ ഇൻപുട്ടിലേക്ക് വരുന്ന പോയിന്റിൽ നിന്നാണ് കണക്ഷൻ എടുക്കേണ്ടത്. ഈ 2030 അല്ലാതെ ഒരു 2 ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഒരു മോസ്ഫെറ്റ് ബോർഡുള്ള ഒരു ആംപ്ലിഫയറിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്റ്റേണലി ഒരു സബ്വൂഫർ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത് ഓൾറെഡി നല്ല പവർഫുൾ ആയിരിക്കും. ഇത് പവർ കുറഞ്ഞ ടൈപ്പ് ആയതുകൊണ്ടാണ് എക്സ്റ്റേണൽ ആക്റ്റീവ് സബ്വൂഫറുകൾ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇതിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ല. ഈ കാണുന്ന ICകളാണ് ഇതിൻ്റെ അകത്ത് ഈ ഹോം തിയേറ്ററിനകത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സറൗണ്ട് സെൻറ്ററും കൈകാര്യം ചെയ്യുന്നു. ഇതിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈ ഏരിയയിൽ ഔട്ട്പുട്ട് FL FR എന്ന് കാണാം. ഇതാണ് ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ ഹോം തിയേറ്ററിൽ ഏതാണോ ആ പിന്ന്, ഏത് ടൈപ്പാണോ പിന്നെ അതിലിത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് പോയിട്ട് ഏത് ICയിലേക്കാണോ കയറുന്നത് ആ ICയുടെ ഇൻപുട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്പുട്ട്, അതായത് എക്സ്റ്റേണൽ ആംപ്ലിഫയറിലേക്കുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എടുക്കേണ്ടത്. സബ്വൂഫർ പിന്നെ ഇതിൻ്റെ അകത്തുകൂടെയുള്ള കണക്ഷൻ ആയതുകൊണ്ടും അതിൻ്റെ സ്പീക്കറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ICയുടെ പിന്നെ ഏതാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തോ എങ്ങനെയോ കണ്ടുപിടിച്ച് നിങ്ങളുടെ അതിലുള്ള IC ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻപുട്ടിൽ വരുന്ന ആ സിഗ്നൽ ട്രാക്ക് ചെയ്തിട്ടാണ് ആക്റ്റീവ് സബ്വൂഫറിന് എടുക്കേണ്ടത്. അതുപോലെ ഇപ്പോൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏതാണോ ഔട്ട്പുട്ട് വരുന്നത് ഇതിൽ ഈ ടൈപ്പാണ്, ചിലതിന് ക്ലിപ്പായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് ആ ഔട്ട്പുട്ട് ആ സ്പീക്കറിലേക്ക് കൊടുക്കുന്ന ഏതാണോ ആ ICയിലേക്കുള്ള ഇൻപുട്ട് ട്രാക്ക് ചെയ്തിട്ട് എക്സ്റ്റേണലി കണക്ട് ചെയ്യാം. ഇതിന് കൂടുതൽ വിശദമായിട്ട് പറയാൻ എനിക്ക് വാക്കുകളില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ രീതിയിൽ പറഞ്ഞതാണ്. ഇനി ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് സെയിം വീഡിയോ ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ I ബട്ടണിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കിയിട്ട് അതിൽ കൂടുതൽ സംശയങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കൽ വീഡിയോ ചെയ്യാം.